അപ്പോൾ അതാ കുറച്ച് ചക്ക നമ്മൾ വീട്ടിൽ നിന്ന് കൊടുന്നേന് കേട്ടോ. അപ്പോൾ അത് ഇതേ പരിവാക്കി അരിഞ്ഞ് വെച്ചിരിക്കണം. നമുക്ക് ചക്കപ്പൊരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് പൈസയാണ്. അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്താവും എന്നറിയില്ല. ഇപ്പം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മളെ ചക്ക ഉഷാറായി പൊരിഞ്ഞ് വരുന്നുണ്ട്. ചക്ക എങ്ങനെ നിങ്ങൾ ഇതൊക്കെ പഠിച്ച് ചക്ക വെക്കണം? ഞാൻ ഒരു ക്ലാസ്സിന് പോയി ചക്ക വറുക്കലിൻ്റെ അരിയാന ആരജോ വീഡിയോ എടുത്തേക്കണേ, എന്നിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആരായാലും ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്ത് കറി കഴിഞ്ഞാലെന്താ നമ്മൾ ഹോട്ടലിൽ പോവും. നമ്മളെ ചക്കപ്പൊരി റെഡിയായി ടേസ്റ്റ് നോക്കാൻ മൂത്തൊരാളെ കൊടുന്നതും ടെസ്റ്ററ തിന്നുണ്ട്. ഞാൻ കൊണ്ടുവച്ചിക്കണൊക്കെ ഫ്രിഡ്ജിൽ ഇൻസുലിനെ. നല്ല രസമുണ്ട് ഗൈസ്. ഉണ്ടാക്കിയപ്പോൾ കുറ്റം പറഞ്ഞല്ലേ? ഉണ്ടാക്കാൻ മടിയാണ്, തിന്നും. ഇങ്ങനത്തെ ഇതൊക്കെ ഇത് കുറേ ടൈം എടുക്കുമല്ലോ ഉണ്ടാക്കണേല്. അരിഞ്ഞുണ്ടാക്കണം, ചക്ക മുറിച്ചണം. തിന്നാൻ പണിയില്ല. അല്ലേ പിന്നെ ഞാൻ നല്ലതാ പറഞ്ഞ് തിന്നില്ല, അല്ലേ കുറ്റം പറയില്ലേ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേക്കാൾ രസമുണ്ട്. കാരണം അതാ ഒച്ച ഉണ്ടത് അതല്ല പട്ടാവലിക്ക് നല്ല ഒരു നോണാറ് വെച്ചു ഉണ്ടോ. അപ്പോൾ നല്ല മുരിഞ്ഞിക്കണ്. മുരിഞ്ഞതായതുകൊണ്ട് അങ്ങനത്തെ കിളിക്ക സൗണ്ട്. അതായത് അല്ലാത്തതാണെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞ് നിൽക്കും. രതീഷ് അതിനുണ്ട്. രതീഷ് അല്ല ഡേസ്, ഇത് സതീഷ് ആയിരുന്നു. സതീഷ് നല്ല രസമാണ്. മാനുണ്ടാക്കിയത് പറയല്ല, സൂപ്പർ. അടുത്തത് ഓർഡറുകൾ സ്വീകരിക്കും കേട്ടോ. ഓർഡർ ആണെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഇതിന് നല്ല വിലയുണ്ടാവും, അത്യാവശ്യം വില ഉണ്ട്. കാരണം നല്ല പണിയുണ്ട്. പിന്നെ ചക്ക ഞങ്ങൾക്കില്ല, അതും പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അതുകൊണ്ട് ഓർഡർ ഞങ്ങൾ സ്വീകരിക്കും.